നമസ്കാരം, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ദേവി PV. CC ഓണം നല്ലോണം പഠിച്ചോണം. നെറ്റ് മലയാളത്തിലെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു എക്സാം കഴിഞ്ഞ് ആൻസർ കീ വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അല്ലേ? എല്ലാവരും ആൻസർ കീ ഒക്കെ നോക്കി ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, നമ്മൾ പ്രതീക്ഷ പോലെ സ്കോർ ചെയ്യാനും നെറ്റ് JRFന്റെ കട്ട് ഓഫിലേക്ക് എത്താനും പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കാം. മറ്റു ചിലർക്ക് നമ്മൾ വിചാരിച്ചത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ലെന്നും ഉള്ളൊരു വിഷമം ഉണ്ടായിരിക്കാം. എന്തായാലും കുഴപ്പമില്ല. ഇനി നെറ്റിന്റെ റിസൾട്ട് വരുമ്പോൾ നെറ്റ് മാത്രം കിട്ടിയവർക്ക് JRFനുള്ള ഒരു അവസരമായിട്ട് അടുത്ത എക്സാമിനെ കരുതാം. ഇനി നെറ്റിന്റെ തന്നെ ഒന്നുകൂടെ മികച്ചതായിട്ട് എഴുതി നമുക്ക് നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളവർക്ക് ആ രീതിയിൽ അടുത്ത എക്സാമിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് അല്ലെ. അപ്പോ നമുക്കറിയാം വേറൊരു സംഗതി കൂടെ ഉണ്ട്. പുതിയതായിട്ട് ഒരു റീ എക്സാമിനെ കുറിച്ച് അല്ലെ ഒരു വാർത്ത നമുക്കറിയാവുന്നതാണ് അല്ലെ. അപ്പോ ഇവിടെ CCയില് റീ എക്സാമിനുള്ള കോച്ചിങ്ങും ഇവിടെ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് ഇംഗ്ലീഷും കൊമേഴ്സിന്റെയും പേപ്പർ 1നുള്ള ക്ലാസ്സസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് 22-ന് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമയം കളയാതെ ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകൾ കിട്ടാനായിട്ട് സമയം കളയാതെ തന്നെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠിച്ച് JRF ഉറപ്പിക്കാം. അപ്പോൾ ആരും മറക്കണ്ട. അപ്പൊ UGC നെറ്റിന്റെ റീ എക്സാമിന്റെ സ്പെഷ്യൽ ഫോക്കസ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇന്ന് നെറ്റ് മലയാളം കഴിഞ്ഞ ഏറ്റവും റീസെന്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമില് ചോദിച്ച ചോദ്യമാണ് അല്ലെ. ജൂൺ സെഷനിലെ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ ഒരു ചേരുംപടി ചേർക്കുക എന്നുള്ള ഒരു ഒറ്റ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് വിവരങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും ഞാൻ ലൈവ് ക്ലാസ്സസിലും ലാസ്റ്റ് മാരത്തോണിലും ഒക്കെ പറഞ്ഞതാണ്, നമുക്ക് പാശ്ചാത്യത്തിൽ നിന്നും ഒക്കെ ചോദ്യം വരുമ്പം പ്രധാനപ്പെട്ട സൈദ്ധാന്തികർ, അതും പുതിയ കാലത്തെ സൈദ്ധാന്തികരെ കൂടി നമ്മൾ പരിചയപ്പെടണം. എല്ലാവരുടെയും പ്രധാനപ്പെട്ട കീവേഡ്സ് മനസ്സിലാക്കി തന്നെ ഈ ഭാഗം പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് CCയിലെ നെറ്റ് വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഈ ചോദ്യത്തിന്റെ ഒക്കെ ആൻസർ കിട്ടിക്കാണും. കാര്യം ഹോമികെ ഭാവയെ കുറിച്ചും ഒക്കെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് പ്രധാന ആശയം എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ കഴിഞ്ഞ നെറ്റ് എക്സാമിന് വന്നൊരു ചോദ്യമാണ് ചേരുംപടി ചേർക്കുക. അപ്പൊ ചേരുംപടി ചേർക്കുക എന്നുള്ളതില് പട്ടിക 1-ല് സങ്കല്പനം എന്ന് പറയുന്ന ഒരു കോളവും പട്ടിക 2-ല് സൈദ്ധാന്തികർ എന്നൊരു കോളവും ഉണ്ട്. ഈ സങ്കല്പനങ്ങളിൽ വന്നേക്കുന്നത് A. Discourse, B. Ideological state apparatus, C. Ambivalence, D. Difference. ഇംഗ്ലീഷിൽ തന്നെയാണ് ചോദ്യങ്ങൾ ഈ ഭാഗത്തുള്ള സങ്കല്പനങ്ങൾ തന്നിരിക്കുന്നത്. അടുത്തത് പട്ടിക 2-ല് സൈദ്ധാന്തികർ അവരുടെ പേരുകളാണ്. 1 ഹോമികെ ഭാഭ, 2 ജാക്ക് ദെറീദ, 3 മിഷേൽ ഫൂക്കോ ആൻഡ് 4 ലൂയി അൽത്തൂസർ. എല്ലാവരും നമുക്ക് പരിചിതരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ ഏതൊക്കെ ആരുടെയൊക്കെ സങ്കല്പനമാണെന്നുള്ളതാണ് ഉത്തരം നൽകേണ്ടത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ആരുടെ സങ്കല്പനങ്ങളാണെന്നും എന്തൊക്കെയാണ് ആ സൈദ്ധാന്തികരുടെ പ്രധാന കീ പോയിന്റ്സ് എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് പോകാം. അപ്പൊ നോക്കിയേ, ഡിസ്കോഴ്സ് അഥവാ വ്യവഹാരം എന്താണ്? ഒരു നിശ്ചിത ചരിത്ര കാലഘട്ടത്തിൽ അറിവും സത്യവും എങ്ങനെ നിർമ്മിക്കപ്പെടണമെന്നും അധികാരം എങ്ങനെ പ്രയോഗിക്കപ്പെടണമെന്നും നിശ്ചയിക്കുന്ന ഭാഷാപരമായ നിയമങ്ങളുടെയും സാമൂഹിക ആചാരങ്ങളുടെയും വ്യവസ്ഥാപിത രൂപത്തെയാണ് ഫൂക്കോ ഡിസ്കോഴ്സ് എന്ന് നിർവചിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ മിഷേൽ ഫൂക്കോ ആണ് ഡിസ്കോഴ്സ് എന്നുള്ള സിദ്ധാന്തത്തിന്റെ പിന്നിൽ എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലേ. അപ്പൊ എന്താണ് ഡിസ്കോഴ്സ്? അറിവും സത്യവും എങ്ങനെ നിർമ്മിക്കപ്പെടണമെന്ന് നിശ്ചയിക്കുന്ന കുറെ സാമൂഹിക വ്യവസ്ഥകളെയും ഭാഷാപരമായിട്ടുള്ള നിയമങ്ങളെയും ഒക്കെയാണ് ഫൂക്കോ എന്തെന്ന് വിളിക്കുന്നത്? വ്യവഹാരങ്ങൾ അഥവാ ഡിസ്കോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് മിഷേൽ ഫൂക്കോയെ സംബന്ധിച്ച് എപ്പോഴും വരുന്നതാണ്, ഡിസ്കോഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഡിസ്കോഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന സൈദ്ധാന്തികൻ എന്നുള്ള ചോദ്യം. അപ്പൊ ഇവിടെ ക്ലിയർ ആയി കഴിഞ്ഞു എന്താണ് ഡിസ്കോഴ്സ് എന്നും ആരാണ് ആ സൈദ്ധാന്തികൻ എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഡിസ്കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് അധികാരവും അറിവും പൊതുബോധ നിർമ്മിതി എന്നിവയും ഡിസ്കോഴ്സിൽ ഉൾപ്പെടുന്നതാണ്. അതായത് എങ്ങനെയാണ് അറിവ് അഥവാ പവർ നോളജിനെ നിർമ്മിക്കുന്നത് അല്ലെ. നോളജിനെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതുപോലെ തന്നെ പൊതുബോധത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു. നമുക്കറിയാം ഒരുപാട് പൊതുബോധ നിർമ്മിതികളെ കുറിച്ചുള്ള ഒരുപാട് സങ്കല്പനങ്ങൾ ഉണ്ട്. അപ്പൊ ഫൂക്കോയും അറിവിന്റെയും അധികാരത്തിന്റെയും ബന്ധം വഴി എങ്ങനെയാണ് പൊതുബോധ നിർമ്മിതികൾ ഉണ്ടാവുന്നത് എന്നൊക്കെയാണ് വിവരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന ചില പുസ്തകങ്ങളുണ്ട്, അതും ചോദ്യങ്ങളിൽ വരാറുള്ളതാണ്.
മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ, ദ ബർത്ത് ഓഫ് ദ ക്ലിനിക്, ദ ഓർഡർ ഓഫ് തിങ്സ്, ദ ആർക്കിയോളജി ഓഫ് നോളജ്, ഡിസിപ്ലിൻ ആൻഡ് പണിഷ്, ദ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി. ഇത്രയും പുസ്തകങ്ങളും പ്രധാനമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഫൂക്കോയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ, ദ ബർത്ത് ഓഫ് ദ ക്ലിനിക്, ദ ഓർഡർ ഓഫ് തിങ്സ്, ദ ആർക്കിയോളജി ഓഫ് നോളജ്, ഡിസിപ്ലിൻ ആൻഡ് പണിഷ്, ദ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി. എങ്ങനെയാണ് ശിക്ഷ വഴി എങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ എങ്ങനെ അടക്കുന്നു, അത്തരത്തിലുള്ള ഇതൊക്കെയാണ് ഡിസിപ്ലിൻ ആൻഡ് പണിഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ളത് അല്ലെ. അധികാരം എങ്ങനെയാണ് മനുഷ്യ ശരീരത്തെയും മനസ്സിനെയും പൗരൻ എന്നുള്ളതിനെയും ഒക്കെ എങ്ങനെയാണ് അധികാരം അതിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നത് അതിനുമേൽ എന്നൊക്കെയാണ് ഫൂക്കോ ഇതിലൊക്കെ വിവരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സങ്കല്പനങ്ങളെ പറഞ്ഞു വെക്കുന്നത് ഫൂക്കോ. അപ്പൊ ഈ ചോദ്യങ്ങളിൽ ഈ പുസ്തകങ്ങളും തന്നിട്ട് അപ്പുറത്ത് ആ സൈദ്ധാന്തികനെയും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് പുസ്തകങ്ങളും പഠിച്ചു വെക്കുക. അപ്പൊ മിഷേൽ ഫൂക്കോയെ കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ചോദ്യത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് ആരാണ്? ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്നുള്ള ഒരാശയം ലൂയി അൽത്തൂസർ എന്നുള്ള പ്രധാന സൈദ്ധാന്തികന്റെ ആണ്. ഇനി എന്താണ് ഈ ISA എന്നാണ് ചുരുക്ക രൂപത്തിൽ നമ്മൾ ISA എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് ISA എന്ന് നോക്കിക്കേ. ഭരണകൂടത്തിന്റെ ആശയാധിപത്യം നിലനിർത്തുന്ന സാമൂഹിക സ്ഥാപനങ്ങളെയാണ് ISA എന്ന് വിളിക്കുന്നത്. വിദ്യാഭ്യാസം, മതം, കുടുംബം, മാധ്യമങ്ങൾ, സംസ്കാരം തുടങ്ങിയവയൊക്കെ ഇതില് ഉൾപ്പെടുന്നവയാണ്. പ്രധാനമായും ആശയങ്ങളിലൂടെയും മൂല്യങ്ങളിലൂടെയും ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ് എന്ത്? ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റേറ്റ് ജനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് രണ്ട് രീതിയിലാണ് ഉപകരണങ്ങളാണ്. അപ്പാരറ്റസ് എന്നുള്ളതിന് മലയാളം ഉപകരണമാണ്. പ്രത്യയശാസ്ത്ര ഉപകരണങ്ങൾ വഴിയും അതുപോലെ തന്നെ അടിച്ചമർത്തലിലൂടെയും രണ്ട് രീതിയുണ്ട് അല്ലെ. ഇതിലെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, മതം എന്നിവയൊക്കെ അല്ലെ. മാധ്യമങ്ങളും മതവും ഒക്കെ. ഇവിടെ അടിച്ചമർത്തൽ നടക്കുന്നില്ല. ഇനി മറ്റൊന്നുണ്ട്, അത് അടിച്ചമർത്തലിലൂടെ ജനങ്ങൾക്ക് മേൽ അധികാരം സ്ഥാപിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഭരണകൂടത്തിന്റെ, അതാണ് റെപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് അഥവാ RSA എന്ന് പറയുന്നത്. ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ വഴിയോ ബലപ്രയോഗം വഴിയോ നിയന്ത്രണം നിലനിർത്തുന്ന സംവിധാനങ്ങളാണ് ഈ RSA എന്ന് പറയുന്നത്. RSA ഓക്കെ. അതെന്താണ്? പോലീസ്, സൈന്യം, കോടതി, ജയിൽ തുടങ്ങിയവ ഉദാഹരണങ്ങൾ അല്ലെ. പോലീസിലും അതുപോലെ തന്നെ സൈന്യം, ജയിൽ, ഇതിലൊക്കെ എന്താണ്? അടിച്ചമർത്തൽ നയമാണ്. മറ്റേത് പ്രത്യയശാസ്ത്രപരമാണെങ്കിൽ അടിച്ചമർത്തലാണ് ഇവിടെ അധികാരം സ്ഥാപിക്കുന്നത്. പ്രധാനമായും ബലപ്രയോഗം, ശിക്ഷ, നിയമം എന്നിവയിലൂടെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. സിമ്പിൾ ആണ്, പക്ഷെ വളരെ ഡെപ്തിലാണ് ഉള്ള ഒരു ആശയമാണ് അൽത്തൂസർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ അൽത്തൂസർ ആണ് ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു സങ്കല്പനത്തിന് പിന്നിലെ സൈദ്ധാന്തികൻ എന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ISAയും RSAയും. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. അതായത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഉപകരണങ്ങളാണ് കൂടുതൽ അപകടകരം എന്നാണ് അൽത്തൂസർ പറയുന്നത് അല്ലെ. നമ്മളൊരു പാഠപുസ്തകത്തില് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ മറ്റോ അല്ലെങ്കിൽ ഒരു ജാതീയമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഒരു പാഠപുസ്തകത്തിലെ പാഠങ്ങൾക്കുള്ളിലൂടെ കയറ്റിവിടുമ്പോൾ അത് ഒരു പൗരസമൂഹത്തിന്റെ ബോധത്തെ തന്നെ നിർമ്മിക്കും, സ്വാധീനിക്കും. അപ്പൊ അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ഉപകരണങ്ങൾ തന്നെ മർദ്ദന ഉപകരണങ്ങളെക്കാട്ടിലും കുറച്ച് അപകടകരമാണെന്നാണ് അൽത്തൂസർ സ്ഥാപിക്കുന്നത്. ഓക്കെ. അപ്പം അൽത്തൂസറിന്റെ ആണ് ഈ ഒരു ആശയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നോക്കിയേ, ഇതാണ് അദ്ദേഹം ഈ ആശയങ്ങൾ വിവരിക്കുന്ന പുസ്തകം. എന്താണ്? ഐഡിയോളജി ആൻഡ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്നുള്ള പുസ്തകത്തിലാണ് ഈ ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സ്റ്റേറ്റ്, വർക്ക്, മോറൽ, ഫാമിലി, ഓർഡർ. കണ്ടോ? ലൂയിസ് അൽത്തൂസറിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഇതും മറക്കരുത്, കാര്യം പുസ്തകങ്ങളും ചോദിക്കാറുണ്ട്. ഓക്കെ. അടുത്തത് അൽത്തൂസറിനെ കുറിച്ച് നമ്മൾ ഇനിയും ചോദ്യം വരികയാണെങ്കിൽ മറന്നു പോവാൻ പാടില്ലാത്ത ചില കീ ഏരിയാസ് ആണ്. ഐഡിയോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യയശാസ്ത്രം എന്നുള്ളതിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രം എങ്ങനെ വ്യക്തികളെ സബ്ജക്റ്റ് ആയി നിർമ്മിക്കുന്നു എന്നുള്ളത്. അപ്പൊ പ്രത്യയശാസ്ത്രപരമായിട്ട് എങ്ങനെ ജനങ്ങൾ സ്വാധീനിക്കപ്പെടുന്നു, എങ്ങനെ പൊതുബോധ നിർമ്മിതി നടക്കുന്നു അല്ലെ. സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ അധികാര വ്യവസ്ഥയുടെ ബോധത്തെ പൊതുബോധമായിട്ട് എങ്ങനെ ജനങ്ങൾക്ക് മേൽ അടിച്ചമർത്തുന്നു, അതുപോലെ തന്നെ അതിനെ എങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അൽത്തൂസർ പറയുന്നത്. അപ്പം സ്റ്റേറ്റ് ജനങ്ങളെ എന്തായി കാണുന്നു? സബ്ജക്റ്റ് ആയിട്ട് കാണുന്നു എന്നാണ് അൽത്തൂസർ പറഞ്ഞു വെക്കുന്നത്. മറക്കരുത് കേട്ടോ.
അടുത്ത നോക്കിയേ, ആംബിവലൻസ്. എന്താണ് ആംബിവലൻസ് എന്നുള്ളത്? ഹോമി കെ ഭാഭയുടെയാണ് ഈ സങ്കല്പനം. ആംബിവലൻസിന്റെ അർത്ഥം എന്താണ്? പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള ഒരു തിയറിയാണിത്. പോസ്റ്റ് കൊളോണിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോളനി അനന്തര സിദ്ധാന്തം എന്ന് നമ്മൾ പറയൂ അല്ലെ. അപ്പൊ ഇതിൽ പറയുന്നത് കോളനി വൽക്കരിച്ചവരും അതുപോലെ കോളനി വൽക്കരിക്കപ്പെട്ടവരും തമ്മിലുള്ള സങ്കീർണമായ ബന്ധമാണ്. ഒരേ സമയം തന്നെ നമ്മൾ വെറുക്കുകയും എന്നാൽ തിരസ്കരിക്കാൻ പറ്റാത്തതായി സ്വീകരിക്കുകയും ചെയ്യപ്പെടുന്ന അവരുടെ സംസ്കാരം, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംബിവലൻസ് എന്ന് പറയുന്നത്. ഒരേ സമയം നമ്മൾ അതിനെ തിരസ്കരിക്കുന്നുമുണ്ട് സ്വീകരിക്കുന്നുമുണ്ട് അല്ലെ. നമുക്ക് അറിയാം ഇന്ത്യയുടെ ഒരു കൾച്ചർ എടുത്താൽ തന്നെ ബ്രിട്ടീഷുകാരുടെ സ്വാധീനം ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ ഒരേ സമയം നമ്മൾ അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സങ്കീർണമായ ബന്ധമാണ്, അഥവാ കോളനൈസറും അതുപോലെ തന്നെ കോളനി വൽക്കരിക്കപ്പെട്ടവരും തമ്മിലുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ബന്ധത്തെയാണ് എന്ത് പറയുന്നത്? ആംബിവലൻസ് എന്ന് പറയുന്നത്. നമ്മൾ ലൈവ് ക്ലാസ്സസിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോമി കെ ഭാഭയുടെ തന്നെ ഹൈബ്രിഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു സങ്കല്പനത്തെ പറ്റി. ഹൈബ്രിഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ കോളനി വൽക്കരിക്കപ്പെടുമ്പോൾ ആ കോളനി വൽക്കരിച്ചവരുടെ സംസ്കാരവും നമ്മുടെ തനത് സംസ്കാരവും കൂടെ ചേർന്നുണ്ടാവുന്ന ഒരു സങ്കര സംസ്കാരത്തെയാണ് ഹൈബ്രിഡ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ പറ്റിയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ മറ്റൊരു രീതിയിലാണ്, ആംബിവലൻസ് എന്നുള്ള ഒരു സിദ്ധാന്തത്തെയാണ് ചോദ്യത്തിൽ കണ്ടത്. എന്തായാലും ഇനി അടുത്തൊരു പരീക്ഷയ്ക്ക് അപ്പൊ നമുക്ക് ഇതും പ്രതീക്ഷിക്കാം. അടുത്ത നോക്കിയത് ദ ലൊക്കേഷൻ ഓഫ് കൾച്ചർ, നേഷൻ ആൻഡ് നരേഷൻ. ഈ രണ്ട് പുസ്തകങ്ങളും ആരുടെയാണ്? ഹോമി കെ ഭാഭയുടേതാണ്. ദ ലൊക്കേഷൻ ഓഫ് കൾച്ചർ അതുപോലെ തന്നെ നേഷൻ ആൻഡ് നരേഷൻ, ഈ രണ്ട് പുസ്തകങ്ങളും ഹോമി കെ ഭാഭയുടേതാണ് എന്നുകൂടി ഓർക്കുക. അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മള്? പോസ്റ്റ് കൊളോണിയൽ തിയറിസ്റ്റ് ആണ് ഹോമി കെ ഭാഭ. കോളനൈസറും കൊളോണൈസ്ഡും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെയാണ് ആംബിവലൻസ് എന്ന് പറയുന്നത്. അതായത് കോളനി വൽക്കരിക്കപ്പെട്ടവരും അതുപോലെ തന്നെ കോളനി വൽക്കരിച്ചവരും തമ്മിലുള്ള സങ്കീർണമായ ബന്ധമാണിത്. ഹൈബ്രിഡ് കൾച്ചർ എന്ന് വിളിക്കുന്ന എന്തിനെയാണ്? നമ്മുടെ മേൽ അധീശത്വം സ്ഥാപിച്ച കോളനി വൽക്കരിച്ച ആ അധികാര വ്യവസ്ഥയുടേതായ സംസ്കാരവും അതുപോലെ നമ്മുടേതായ സംസ്കാരവും ചേർന്നൊരു സങ്കീർണമായ സംസ്കാരത്തെയാണ് ഹൈബ്രിഡ് കൾച്ചർ എന്ന് വിളിക്കുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ദ ലൊക്കേഷൻ ഓഫ് കൾച്ചർ ആൻഡ് നേഷൻ ആൻഡ് നരേഷൻ. ക്ലിയർ ആയി കാണുമല്ലോ. ഇനി ഒരാളൂടെ ഉണ്ടല്ലേ, നമ്മുടെ പ്രധാനിയാണ്, എല്ലാ നെറ്റിന്റെ പരീക്ഷകളിലും ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും എന്ന് നമ്മൾ പറയുന്ന ആളാണ് ജാക്ക് ദെറീദ. അപ്പോ ഡിഫറൻസ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഇത് ഏകദേശം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു അർത്ഥവും സ്ഥിരമല്ല, കോണ്ടസ്റ്റുവൽ ആണ്, കോണ്ടസ്റ്റിനാണ് പ്രാധാന്യം, അതനുസരിച്ച് അർത്ഥം മാറും. ഒരർത്ഥവും സ്ഥിരമല്ല എന്ന് പറഞ്ഞത് ആരാണ്? ദെറീദയാണ്. അപനിർമ്മാണം അഥവാ ഡീകൺസ്ട്രക്ഷൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തിയറിയാണ് അല്ലെ. ഓഫ് ഗ്രാമറ്റോളജി, റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട പുസ്തകങ്ങൾ. ഓഫ് ഗ്രാമറ്റോളജി എപ്പോഴും ചോദ്യങ്ങളിൽ വരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ്. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെ പാഠങ്ങളും അർത്ഥങ്ങളും തമ്മിലുള്ള പരമ്പരാഗതമായ ബന്ധങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ജാക്ക് ദെറീദ ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. അതായത് അപ്പൊ പാഠങ്ങളും അർത്ഥങ്ങളും തമ്മിലുള്ള പരമ്പരാഗത ബന്ധങ്ങളെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. അതുപോലെ തന്നെ there is nothing outside the test, പാഠത്തിന് പുറത്തൊന്നുമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ദെറീദയാണ്. പാഠത്തിന് പുറത്ത് ഒന്നുമില്ല. ഇതും ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഓഫ് ഗ്രാമറ്റോളജി വന്നിട്ടുണ്ട്. പാഠത്തിന് പുറത്തൊന്നുമില്ല എന്ന് പറഞ്ഞത് ആരാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഇത് തന്നെ തന്നിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. there is nothing outside the test എന്ന് പറയുന്നത് ആരാണെന്നും ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും മറക്കാതെ ഓർക്കുക. അപ്പൊ ഇവിടെ ജാക്ക് ദെറീദയുടെ പ്രധാന സങ്കല്പനങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഡീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ എപ്പോഴും വരുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പനങ്ങൾ ചോദിച്ചു. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ചോദ്യം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആ ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പം ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവും. ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ആരുടെയാണ്? മിഷേൽ ഫൂക്കോയുടെ തിയറിയാണ് അല്ലെ. ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് ആരുടെയാണ്? ലൂയി അൽത്തൂസറുടെ തിയറിയാണ്. ആംബിവലൻസ് എന്നുള്ളതോ ഹോമി കെ ഭാഭയുടെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പനമാണ്. ഡിഫറൻസ് എന്നുള്ളത് നമുക്കറിയാം ജാക്ക് ദെറീദയുമായി ബന്ധപ്പെട്ടതാണ്. ഈസി ആയിട്ട് തന്നെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അടുത്തൊരു പരീക്ഷയിൽ ഈ ഏതെങ്കിലും സൈദ്ധാന്തികരുടെ ഏതെങ്കിലും ചോദ്യങ്ങൾ വന്നാൽ അതിനും നമുക്ക് ആൻസറിലേക്ക് ഇതോടുകൂടി എത്താൻ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെ വേണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്ത് പഠിക്കാൻ.
ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഉത്തരം നോക്കുന്നു എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രാവശ്യം ഈ സങ്കല്പനമല്ലാതെ ഇവരെ കുറിച്ചുള്ള കീ പോയിന്റ്സിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം വന്ന് എഴുതാനുള്ള ഒരു പ്രാപ്തി നേടിയിട്ട് വേണം നമുക്ക് ആ ക്വസ്റ്റ്യൻ വിശകലനം ചെയ്യാനായിട്ട്. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 4 സൈദ്ധാന്തികരെയും അവരുടെ പ്രധാനപ്പെട്ട കീ പോയിന്റ്സും പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പൊ ഇനി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാം. അപ്പൊ എന്തായാലും നെറ്റിന്റെ അടുത്ത ഡിസംബറിലേക്കുള്ള സെക്ഷനിലേക്കുള്ള പഠനം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ മലയാളവും ആവട്ടെ ഏത് സബ്ജക്റ്റും ആവട്ടെ അതിന്റെയൊക്കെ ക്ലാസ്സസ് നമ്മുടെ CCയിൽ അവൈലബിൾ ആണ്. ഒട്ടും സമയം കളയണ്ട. ആൻസർ കീയുടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇനിയും പ്രതീക്ഷ കൈവിടാതെ നമുക്ക് പഠിച്ച് മുന്നേറാനായിട്ട് ഡിസംബറിലേക്കുള്ള ഒരു ലോങ് ബാച്ച് ഓൾറെഡി CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും അതിന്റെ ഫ്രീ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനും ഒക്കെയുള്ള വിവരങ്ങൾ ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ മറ്റൊരു കാര്യം നമുക്കറിയാം, ഓൾറെഡി എക്സാംസ് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതില് കൊമേഴ്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്ട്സിന് ജനറൽ പേപ്പർ 1 കോച്ചിങ് ഇവിടെ CCയിൽ തുടങ്ങുന്നുണ്ട്. ഓഗസ്റ്റ് 22 മുതലാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമയം കളയേണ്ട, ആദ്യം തൊട്ട് തന്നെ നന്നായി പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഓഗസ്റ്റ് 22 മുമ്പ് തന്നെ നിങ്ങൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. CCയോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് നെറ്റ് എന്നുള്ള അല്ലെങ്കിൽ JRF എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്താം. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ടും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ടും ഒക്കെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ. CC ഓണം, നല്ലോണം പഠിച്ചോണം.